ADB വായ്പ ഉപയോഗിച്ച് കൊച്ചി നഗരത്തിൽ മുഴുവൻ നേരവും കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള പദ്ധതിക്ക് വാട്ടർ അതോറിറ്റിയിലെ സംഘടനകളുടെ പച്ചക്കൊടി. മന്ത്രിമാരും സംഘടനാ പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണ. സ്വകാര്യവൽക്കരണം ഉണ്ടാകില്ലെന്നും ജോലി സുരക്ഷ ലഭിക്കുമെന്നും ഉറപ്പ് കിട്ടിയതായി സംഘടനാ നേതാക്കൾ പറഞ്ഞു. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പദ്ധതിക്ക് അങ്ങനെ പച്ചക്കൊടി വീശിയല്ലേ അർജുൻ മട്ടന്നൂർ? അരുൺകുമാർ, കൊച്ചി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും 24 മണിക്കൂറും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ADB വായ്പയുടെ സഹായത്തോടു കൂടി സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അത് ഫ്രഞ്ച് കമ്പനിയുമായി ഇതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെടാനും തീരുമാനമായിട്ടുണ്ട്. ഫ്രഞ്ച് കമ്പനിയായ സോയിസ് പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായാണ് കരാറിൽ ഏർപ്പെടാൻ പോകുന്നത്. ഈ പദ്ധതിയുടെ പേര് കേരള അർബൻ വാട്ടർ സപ്ലൈ ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്നതാണ്. 2511 കോടി രൂപ ചെലവിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പക്ഷേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ എതിർപ്പുകളാണ് ഈ വാട്ടർ അതോറിറ്റിയിലെ സർവീസ് സംഘടനകളും അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ തൊഴിലാളികളുടെയൊക്കെ തന്നെ സംഘടനകളും ഉയർത്തിയത്. പ്രത്യേകിച്ച് ഭരണാനുകൂല സംഘടനയായ CIT, അതോടൊപ്പം തന്നെ AITC, ENTUC തുടങ്ങിയ എല്ലാ സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വരികയും കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട ഈ വിവിധ സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എളമരം കരീം, R ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ഒന്നിച്ച് ഒരേ വേദിയിലെത്തി കൺവെൻഷൻ വിളിച്ചുകൂട്ടുകയും ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. അന്ന് വലിയ ആശങ്കകളാണ് അവർ പങ്കുവച്ചത്. പ്രധാനമായും ഇതൊരു സ്വകാര്യവൽക്കരണമാണ്. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ ഇതിൻ്റെ ബില്ലിങ്, അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിൻ്റെ റേറ്റ് ഇവയൊക്കെ തന്നെ സ്വകാര്യ കമ്പനി തീരുമാനിക്കുന്ന തരത്തിലേക്ക് പോകും. ഈ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർക്കും മറ്റും ജോലി നഷ്ടമുണ്ടാകും. അത്തരത്തിൽ വലിയ ആശങ്കകളാണ് അവർ പങ്കുവച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും മന്ത്രി P രാജീവും ഈ വാട്ടർ അതോറിറ്റിയിലെ സർവീസ് സംഘടനകളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തി. ഈ ചർച്ചയിലാണ് ഇത്തരത്തിൽ ഈ പദ്ധതി നടപ്പാക്കാനുള്ള ചില ധാരണകൾ ഉണ്ടായിരിക്കുന്നത്. ചില എതിർപ്പുകളൊക്കെ തന്നെ ഇല്ലാതായി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട എതിർപ്പുകൾ, ഇതിൽ പുതിയ ജലസ്രോതസ് ഇല്ലാതെ എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കുക എന്നുള്ളതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആലവിയിൽ ഒരു ജലസ്രോതസ്, ഒരു കുടിവെള്ള സ്രോതസ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില 24 മണിക്കൂറും ശുദ്ധജലം കിട്ടാനുള്ള ഒരു പദ്ധതിയാണ്. ഇതിപ്പോൾ സംഘടനകളുടെ എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പ് ഇപ്പോൾ മാറിയിരിക്കുന്നു. മന്ത്രിമാരും സംഘടനാ പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. കാര്യമായ സ്വകാര്യവൽക്കരണം ഉണ്ടാവില്ല, ജോലി സുരക്ഷയൊക്കെ ലഭിക്കുമെന്ന് ഉറപ്പ് കിട്ടിയതായിട്ടാണ് സംഘടനാ നേതാക്കൾ പറയുന്നത്. എന്തായാലും കൊച്ചി നഗരത്തിന് ശുദ്ധജലം കിട്ടിയാൽ മതി. 24 മണിക്കൂറും ശുദ്ധജലം കിട്ടുന്ന ഏത് പ്രൊജക്റ്റിനെയും നമ്മൾ കൈയഴിച്ച് സഹായിക്കും.